to my YouTube channel. So from So, Sulajana from Someshiro. പൊട്ടിച്ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കംപ്ലീറ്റ് പൊട്ടിച്ചിരിക്കണമെങ്കിൽ ആ പടം നമ്മുടെ അടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേ കാലത്തിന് ശേഷം മലയാളികൾ ഇങ്ങനെ ചിരിച്ചൊരു സിനിമ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്കും ഫണ്ണാണ്. ഓരോ സീൻ ബൈ സീനിലും അവർ നല്ല രീതിക്ക് അത് കോമഡി കൊണ്ടുവന്നിട്ട് ഫണ്ണാക്കിയിട്ട് നമ്മളെ തിയേറ്ററിൽ നിന്ന് എണീറ്റിരുന്ന് കൈയടിപ്പിക്കുന്ന പല സീനുകളും ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കന്നഡയിൽ നിന്നും ഈ പടം മലയാളികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ദുൽഖർ, താങ്ക് യു. കാരണം അത്രയും നല്ലൊരു അടിപൊളി പടമാണ്. ആ ഒരു തിയേറ്ററിലിരിക്കുന്ന അത്രയും സമയം നമ്മൾ ഇന്റർവെല്ലിൽ നിന്നൊരു സാധനം നടുക്കുണ്ടോ എന്ന് പോലും അറിയാതെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പടത്തിലേക്ക് ഇരിക്കും. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചിരിക്കാനാണെങ്കിൽ തീരെ സ്റ്റോറി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷണൽ പ്ലസ് ആ ഇമോഷണലിൻ്റെ കൂടി നമുക്ക് ഫൺ എലമെന്റ് ഉണ്ട്. നല്ലൊരു സ്റ്റോറി ആൻഡ് നല്ല കോമഡി പടമാണ്. ഇതിന് ഡയറക്ടർ ആൻഡ് മെയിൻ ആക്ടർ JP തുമിനാടാണ്. ആളുടെ റോള് ആൾക്ക് ചില ആൾക്കാർ ഡയറക്ഷൻ ചെയ്തിട്ട് അഭിനയിക്കുന്ന സമയത്ത് അത്ര പക്കയാവാറില്ല. പക്ഷെ ഇത് രണ്ടും അങ്ങേര് നല്ല രീതിക്ക് തന്നെ ആ പടത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഗുഡ്. പക്ഷേ ആക്ടറിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന വേറൊരു ക്യാരക്ടർ ഉണ്ട് അതിൽ. അതാണ് നമ്മുടെ രവിയണ്ണൻ. നിങ്ങൾ കാണുന്ന സമയത്ത് രവിയണ്ണനെ കുറിച്ച് മനസ്സിലാവും. രവിയണ്ണൻ ആൻഡ് രവിയണ്ണൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. അവരാണ് മെയിനായിട്ട് കോമഡി അങ്ങ് എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മലയാളികൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള രാജ്ബി ഷെട്ടിയുടെ ഒരു എൻട്രി ഉണ്ട്. പിന്നെ ആള് വന്നിട്ടുണ്ടെങ്കിൽ, രാജ്ബി ഷെട്ടി വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, അങ്ങ് ആ ഒരു കോമഡി അല്ലെങ്കിൽ ആ ഒരു ഫൺ ഫാക്ടർ അങ്ങ് തൂക്കിക്കൊണ്ട് പോകും. അപ്പൊ ഇവർ തമ്മിൽ ഒരു സ്ക്രീനിൽ ഇപ്പം 10 പേർ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ 10 പേരും കോമ്പറ്റീഷനാണ്. ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്, ആ രീതിക്കാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ക്രീനിൽ നമ്മളിപ്പം ആരെ നോക്കണം എന്ന സംശയം നമുക്കുണ്ടാവും. കാരണം ഒരാളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഫൺ എലമെന്റ് ചില മറ്റേ ആൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അടിപൊളി പൊട്ടിച്ചിരിക്കാൻ വേണ്ടി പറ്റുന്ന പടമാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് വേണ്ടി പോവാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവാം, പിള്ളേരെ കൂടെ പോവാം. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ചിരിക്കും. കാരണം നമ്മൾ ആസ്വദിച്ച് ഇരിക്കും. അത്രയും കോമഡിയാണ്. മലയാളത്തിൽ ഈ അടുത്തൊന്നും നമുക്ക് ഇതേപോലെ ചിരിക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരു പടം ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഭയങ്കര സീരിയസ് മോഡിലേക്ക് പോണ സമയത്ത് ആ സീരിയസ് മോഡിൽ നിന്നും നമുക്കൊരു ഫൺ അല്ലെങ്കിൽ എന്റർടൈനർ വന്ന സമയത്ത് നമ്മൾ ശരിക്കും അത് എൻജോയ് ചെയ്യണം. നമ്മളത് ശരിക്കും അത് ഏറ്റെടുത്തിട്ട് കൂടുതൽ ആളുകൾ എല്ലാവരും ഈ പടത്തിനെ വ്യൂ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്ര ചിരിക്കാനുണ്ട്. നമ്മളൊരു ടെൻഷൻ ബിസി ലൈഫിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രീ ആയിട്ട് ഒരു സ്ട്രെസ് ബാസ്റ്റർ ആയിട്ട് നമുക്ക് ഈ പടം കാണാം. അൺലിമിറ്റഡ് ഫണ്ണാണ്. കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് പ്രേക്ഷകർ ഇത്രയും അധികം ഏറ്റെടുത്തൊരു മൂവി, ഇത്രയും കോമഡി ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന മൂവി വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും മലയാളികൾക്ക് അത് ഇഷ്ടമാവും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഡബ്ഡ് മൂവിയാണ്. കന്നഡയിൽ നിന്നും മലയാളത്തിലേക്ക് ഡബ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് എന്ന് നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും തോന്നത്തില്ല. അതിലെ പാട്ടുകളാണെങ്കിലും അതിലെ ഓരോരോ മാസ് BGM ആണെങ്കിലും, അളിയനൊക്കെ വരുന്ന സമയത്ത് ഒരു BG അതിൽ വരാനുണ്ട്. പൊളിയാണ്. അളിയൻ വരുമ്പോഴും അതല്ലാണ്ട് വേറെ സമയത്ത് അളിയന് 2 ടൈപ്പ് BG അവർ കൊടുത്തിട്ടുണ്ട്. അതും പൊളിയാണ്. ആ BGയും നമ്മൾ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ഡബ് ചെയ്ത മൂവിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയും നല്ലോണമാണ് ആ പടം അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കതിലൂടെ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ അതിൽ ഓരോ റോൾ ചെയ്തിരിക്കുന്ന ആളെ നമുക്ക് ശരിക്കും പരിചയം പോലില്ല. കന്നഡ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. പക്ഷെ നമുക്കത്ര ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. കാന്താരയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അതിലുണ്ട്. പക്ഷെ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയതുപോലെ നമുക്ക് ആ ഒരു സിനിമ കാണുന്ന സമയത്ത് തോന്നും. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്തായാലും എക്സാക്ട്ലി നിങ്ങൾക്കത് ഫീൽ ചെയ്യും ആ പടം കാണുന്ന സമയത്ത്. നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു പടം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് താഴെ കമന്റ് ബോക്സ് പറയാം. കാണാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണാം. എന്നിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.